ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഫിഷ് ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, ഒരൽപ്പം കുരുമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഫിഷ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് കൊടുത്തു. ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി സോഫ്റ്റായി അതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആവുന്ന സമയത്താണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ റോ സ്മെല്ലെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അരി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 കപ്പ് കൈമ റൈസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇത് ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ റൈസ് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1.5 കപ്പിന് 3 കപ്പ്. എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിള് വെള്ളം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മല്ലിയില, 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് സമയം വേവിച്ചിട്ടെടുക്കണം. അപ്പോഴേക്കും അത് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാനായിട്ട് മറ്റൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ നമുക്ക് കിസ്മിസും കാഷ്യൂസും ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ആദ്യം തന്നെ കാഷ്യൂ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കളറും ചേഞ്ച് ആവുന്ന സമയത്ത് കിസ്മിസ് ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേ ഓയിലിൽ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത് ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഫിഷും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് ഫിഷ് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഓരോ സൈഡ് 2 മിനിറ്റ് വീതം വേവിച്ചിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് ഒരുപാടങ്ങ് ക്രിസ്പി ആക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമ്മുടെ ഓയിലിൽ ആ ഫിഷിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴറ്റി കളറ് ചേഞ്ച് ആയി തുടങ്ങിയ സമയത്ത് 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്ത് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്തു. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കാം. മസാല എല്ലാ ഫിഷിലേക്കും പൊതിയുന്ന രീതിയിലൊന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഉടഞ്ഞ് പോവാതെ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാനായിട്ട്.
ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂ കിസ്മിസും അതുപോലെ തന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ദമ്മിൽ വെക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ സ്റ്റീം കയറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ സ്റ്റീമെല്ലാം കയറി നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാം. ഇത് പൊടിയാതെ എടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.